ഓരോ പ്രാവശ്യവും ഉപവാസപ്രാർത്ഥനയിൽ കയറി വരുമ്പോൾ നിങ്ങളുടെ ആത്മനിലവാരങ്ങൾ മാറിയത് കാണുവാൻ കഴിയുന്നുണ്ട്. വ്യത്യാസമുണ്ട്, വല്ലാത്ത വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ആത്മതലങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ ഇതിൻ്റെ അകത്ത് ദൂതന്മാരെ കാണുന്നു. ചിലരുടെ അവസ്ഥകൾക്കൊക്കെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് അറിയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. ഹല്ലേലൂയ. മറ്റേത് ഗ്രൂപ്പിനേക്കാളും ഈ ഗ്രൂപ്പിനെ പരിശുദ്ധാത്മാവ് അധികം സ്നേഹിക്കുന്നുണ്ട്, അധികം കരുതുന്നുണ്ട്. നിങ്ങൾ ഓരോ മേഖലകളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവാത്മാവ് പ്രാരംഭ സമയത്ത് എന്നോട് തന്നെ പ്രവചിക്കാൻ പറയുന്ന ഒരു കാര്യം, സ്വർഗം നിങ്ങളെ ഉറ്റുനോക്കുകയാണ്. സ്വർഗം നിങ്ങളെ ഉറ്റുനോക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവ സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. വീനസ് സിസ്റ്ററെ കർത്താവ് നിർത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് ഉപയോഗിക്കാൻ ഒരു വ്യക്തി ആവശ്യമാണ്. വീനസ് സിസ്റ്റർ റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഉപയോഗിച്ചു. അതാ ഇതിൻ്റെ അകത്ത് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. ദൈവത്തിന് എപ്പോഴും ഉപയോഗിക്കാൻ ഒരു വ്യക്തിയെ വേണം. ആ വ്യക്തി നിങ്ങൾ ഓരോരുത്തരുമായി തീരട്ടെ. കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി ശക്തമായി പ്രയോജനപ്പെടാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവാത്മാവ് അത് ആഗ്രഹിക്കുകയാണ്. നമുക്ക് വേഗത്തിൽ ഒരു വേദഭാഗത്തിലേക്ക് കടന്നു വരാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. ഇസ്രായേൽ മക്കൾ ഇസ്രായേലിന്റെ നിലവിളി എന്റെ അടുക്കലെത്തിയിരിക്കുന്നു. മിസ്രൈമിൽ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. മോശ ദൈവ ആമേൻ. ഈ ഹല്ലേലൂയ നിലവിളിക്കുന്ന ചില നിലവിളികൾ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ ഉത്തരവാണ് ഈ നാളുകൾ നിങ്ങൾ കാണുന്നത്. ദൈവാത്മാവിനോട് പറയുന്ന ഒരു കഷ്ടത കണ്ടു നിലവിളി ഞാൻ കേട്ടിരിക്കുക. കുഞ്ഞുങ്ങളെ, ദൈവാത്മാവ് നിങ്ങളോട് പറയാൻ പറയുന്നു, നിങ്ങളുടെ നിലവിളി ആര് കേട്ടില്ലേലും സ്വർഗം കേൾക്കുന്നുണ്ട് കേട്ടോ. ചില അടിമത്ത ചങ്ങലകൾ ബിനാൻഡി നിങ്ങളെ വല്ലാതെ മുറുക്കി, വല്ലാതെ ഭാരപ്പെടുത്തി, മുമ്പോട്ട് ഒരടി നടക്കാൻ പോലും കഴിയാതെ വേദനിപ്പിക്കുന്ന ചില അടിമ ചങ്ങലകൾ, ചില ഫറവോന്റെ സ്പിരിറ്റുകൾ. ദൈവാത്മാവിനോട് പറയുന്നു, ഈ ജനത്തിന്റെ നിലവിളി കേട്ടത് കൊണ്ട് ആ സഹോദരി നിന്നെ കർത്താവ് ഉപയോഗിക്കുന്നത്. ദൈവാത്മാവിനോട് അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം, ആ നിലവിളി ശബ്ദം കേട്ട് പലർക്കും കരുണ തോന്നിയില്ല. നീ നിൽക്കുന്നത് ദൈവകൃപയാലാണ്. നിന്നെ വെട്ടിക്കളയാൻ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. കാരണം നിന്നെ വിളിച്ചത് ദൈവമാണ്. ഹല്ലേലൂയ. ഒരു പൊസിഷനിൽ ഒരു അധികാരിയാക്കി നിർത്തിയിരിക്കുന്നത് ദൈവമാണ്. ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് വിരോധമായി ചലിക്കാൻ നമുക്ക് പറ്റത്തില്ല. ചിലപ്പോ എനിക്കറിയത്തില്ല, ഞാൻ ഇതൊക്കെ എന്തുകൊണ്ടാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്റെ ദൂത് ഇതൊന്നുമല്ല. എന്നെ കർത്താവ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവാ. കർത്താവ് എന്നോട് പറയുന്നു, നമ്മുടെ അഭിഷിക്ത ചിലപ്പോ നമ്മളെ പോലെ ദർശനവും വെളിപ്പാടും ഒക്കെ ഉണ്ടാകണമെന്നുള്ള ഒരു വ്യക്തി ആയിരിക്കത്തില്ല. ചിലപ്പോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ജ്ഞാനം നിങ്ങളെ പോലെ ഉണ്ടാകണമെന്നില്ല. പക്ഷെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന അഭിഷിക്തന് ദൈവത്തിന് ഒന്നാം സ്ഥാനമാണ്. അദ്ദേഹം പറയുന്ന കാര്യം കഴിഞ്ഞിട്ടേ നമ്മളെ കർത്താവ് ശ്രദ്ധിക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? ഇസ്രായേൽ ജനത്തിന് മോശയെ കർത്താവ് അപ്പോയിന്റ്മെന്റ് ചെയ്യുക. അഭിഷിക്തന് വിക്കനാണ് അദ്ദേഹത്തിന് ജ്ഞാനം കുറവാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിയത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തതിനെ നമ്മൾ ആദരിക്കാൻ തുടങ്ങിയ ലൈഫ് മാറും. അവസ്ഥകൾ മാറും, ചിന്തകൾ മാറും. പലപ്പോഴും ചില അടിമത്ത ചങ്ങലകൾ വരുന്നതിന്റെ കാരണം നമ്മുടെ അധികാരസ്ഥന്മാർക്ക് നമ്മൾ കീഴടങ്ങാത്തത് കൊണ്ടാണ്. അപ്പൊ നിലവിളി സ്വർഗത്തിലെത്തുകയാണ്. മിസ്രൈമ്യർ ഞെരുക്കുന്ന ഞെരുക്കം പടകിൽ നിന്ന് തകരാൻ പോവുക. ഇനി നിന്നെ ഞെരുക്കാൻ ആർക്കും ദൈവം വിട്ടുകൊടുക്കത്തില്ലെന്ന് ചില ദൈവിക മർമ്മങ്ങൾ നിന്നോട് ദൈവം സംസാരിച്ച് വിശ്വാസത്തോടെ ചിലത് പ്രാപിച്ചെടുക്കാൻ,
വിശ്വാസത്തോട് ചിലത് പ്രാപിച്ചെടുക്കാൻ, ആത്മതലത്തിൽ ചിലതിനെ കുടഞ്ഞു. എത്ര പേർ റെഡി? 6-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി പറയുന്നു, ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമാണെന്ന് ദൈവം തെളിയിക്കാൻ പോകുക. നിന്റെ യാത്രയിൽ ഒരു ശുഭത വെളിപ്പെടാൻ പോകുന്നു. ഷൈനി ജോർജ് ആ ഡിവൈസിലായിരിക്കുന്ന പ്രിയ ബ്രദറിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ജോലി സംബന്ധമായി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ജോലിയെ പോലും കട്ട് ചെയ്ത് കളയുന്ന ഒരു സ്പിരിറ്റ് ഞാൻ കാണുന്നുണ്ട്. ചില ഫാറവോന്യ സ്പിരിറ്റുകൾ. ജോലി ചെയ്യാൻ ചിലപ്പോൾ ആരോഗ്യം കാണത്തില്ല, ചിലപ്പോൾ ജോലി കാണത്തില്ല. അങ്ങനെ വല്ലാതെ നിന്റെ ഹൃദയത്തെ വല്ലാതെ ഉടച്ചു കളയുന്ന ഒരു മണ്ഡലം. കുഞ്ഞെ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. ആ ഫറവോന്റെ മണ്ഡലത്തെ ആത്മാവിൽ പരിശുദ്ധമെന്ന് പൊളിച്ചു കളയുക. റീഖ പറത് നിനക്ക് കിട്ടേണ്ട നന്മ നിന്റെ പടകി വരട്ടെ. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ഇൻഗ്രേസ് ഫെലോഷിപ്പിന്റെ അകത്ത് ലഭിക്കേണ്ട നന്മ ഈ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഉണ്ടാകട്ടെ. ആർക്കും ഇനി മോഷ്ടിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ സീസണിലൊക്കെ പലരും മോഷ്ടിച്ചു കാണും. ഈ സീസണിൽ നിന്റെ നന്മ നീ അനുഭവിക്കും. ഒന്ന് പറ, 2026 പിടിച്ചെടുക്ക. റാലഹമ്രത്ത് നിനക്കുള്ള ദൂത് തന്നെയാണ്. നിന്റെ നന്മ നീ അനുഭവിക്കണം. ഒരു കുറുക്കന്മാർക്കും ഇനി കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. ലാഹം റോദുനി നിന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയാൻ തക്കവണ്ണം നന്മയ്ക്കാ ചില അടയാളങ്ങൾ ഈ പടകിന്റെ അകത്ത് ദൈവാത്മാവ് ചെയ്യാൻ പോകുക. ചിലരെ വിടുവിക്കാൻ ഇതിന്റെ അകത്ത് നിന്ന് തന്നെ ചിലരെ കർത്താവ് ഉപയോഗിക്കും. ബീന സിസ്റ്ററിന്റെ നേതൃത്വത്തിൽ തന്നെ. ഈ ബീന സിസ്റ്റർ അറിയാതെ ഒരു പരിപാടി നടക്കത്തില്ല. കാരണം ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്ത്, ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇതിന്റെ അകത്ത് വേറൊരു കളി നടക്കത്തില്ല. അഭിഷിക്ത അറിഞ്ഞുകൊണ്ട് തന്നെ ചില ശുശ്രൂഷ മേഖലകൾ ഇതിന്റെ അകത്ത് വെളിപ്പെട്ട് വരും. ചിലരെ അപ്പോയിന്റ്മെന്റ് ചെയ്യണമെന്ന് ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ അത് ഈ ബീന സിസ്റ്ററിലൂടെ തന്നെ വെളിപ്പെട്ട് വരും. യോഗ്യതയില്ലാത്ത ബലഹീനനായ നിന്നെ കർത്താവ് തെരഞ്ഞെടുക്കും. ഹല്ലേലൂയ. ബലമുള്ളവരെ അല്ല, ജ്ഞാനമുള്ളവരെ അല്ല. ദൈവാത്മാവനോട് പറയുന്ന ഒരു സൈന്യം പുറത്തു വരാൻ പോകുക. ഒരു സൈന്യം പുറത്തു വരാൻ പോകുക. യെഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ യെഗസ്കേൽ നോക്കുമ്പോൾ ഒരു താഴ്വാരമാണ്, ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞൊരു താഴ്വാരം. അതിന്റെ അകത്ത് ഒരു പ്രതീക്ഷയില്ല. പക്ഷെ പ്രവചിക്കാൻ പറയുന്നു. അഭിഷിക്ത പ്രവചിച്ചു. അതിന്റെ റിസൾട്ട് ആണ് ഇൻഗ്രേസ് ഫെലോഷിപ്പ്. ആരും കൂടെ ഉണ്ടായിരുന്നില്ല. ദൈവവും താനുമായിട്ടുള്ള എൻകൗണ്ടറിൽ നിന്ന് വെളിപ്പെട്ടതാ. വിശ്വാസത്താൽ തുടങ്ങിയതാ. ഇതുവരെ നടത്തിയെങ്കിൽ ആത്മാവിലൊന്ന് പറ, ലേക്കി പറ, ഇനിയും നടത്താൻ ശക്തനാണ്, ഇനിയും നടത്താൻ ശക്തനാണ്. ഈ ദൈവം നമ്മളെ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവമാണ്. ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിനൊരു തലമുറയെ വേണം. അത് നമ്മൾ ഓരോരുത്തരുമാണ്. ദൈവത്തിനെ ആരാധിക്കാൻ, ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ, ദൈവത്തെ ഒന്ന് ഹാലേലുയ വാഴ്ത്താൻ ഇതിന്റെ അകത്ത് ദൈവം നമ്മളെ നിലനിർത്തിയിരിക്കുമ്പോൾ ചില അടിമ ചങ്ങലകൾ അഴിഞ്ഞേ പറ്റൂ. ഇന്ന് 6-ാം ദിവസം ചില അടിമ ചങ്ങലകൾ, ചില നുകം വെച്ച് ഒതുക്കിയ മണ്ഡലങ്ങൾ. ഓ റാലഹമ്മദിന് നീ മുമ്പോട്ട് വരരുത്. നീ ഒരു അനുഗ്രഹം പ്രാപിക്കരുത്. നീ ഒരു വിടുതൽ പ്രാപിക്കരുത്. നിന്റെ ജീവിതം ഓ റദ്ദിനി നന്മ പ്രാപിക്കരുതെന്ന് പറഞ്ഞ് ദുഷ്ടൻ റീഗബര ദുരിരകസി കോട്ട കെട്ടി വച്ചിരിക്കുന്ന ആ മണ്ഡല കർത്താവ് ഇന്ന് അടിക്കാൻ പോകുക. ചില അടിമ ചങ്ങലകൾ ചില കാലുകളിൽ, കൈകളിൽ, ചില തലയിൽ ഒക്കെ ഞാൻ കാണുന്നു, കഴുത്തിലൊക്കെ കാണുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്, അന്യഭാഷ പ്രാർത്ഥിച്ചു തുടങ്ങ്. വെറുതെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇരിക്കരുത്. റീഗബസ് അഭിഷേകത്തിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങ്. ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങ്. ലാക്കം റദുനി അസാധാരണ ഒരു തേജസിന്റെ തീതിന്റെ അകത്ത് പിടിക്കുന്നുണ്ട്. വെറുതെ അല്ല നിങ്ങൾ 7 ദിവസം ഇരിക്കുന്നത്. ലാഹം ബ്രാദിനി 6-ാമത്തെ ദിവസം പ്രഭാതയാമത്തിൽ ഒരു തീ പിടിക്കട്ടെ. ചില നടുവേദനകൾ സൗഖ്യമാവുകയാണ്. ലാഹം ബ്രീതിന് ചില കണ്ണു സംബന്ധിച്ച രോഗങ്ങൾ സൗഖ്യമാവുകയാണ്. റീഖബാലീതന് ചില ചെവി സംബന്ധിച്ച രോഗങ്ങൾ സൗഖ്യമാവുകയാണ്. റീഖബാലിതന് ഹൃദയത്തിന്റെ അകത്തുള്ള ചില വേദനകൾ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കുകയാണ്. ആകുല ചിന്തകൾ ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് ആരൊക്കെയോ തൊടുന്നുണ്ട്. ലേഖ്യ രഹസ്യം എത്ര തുഴഞ്ഞിട്ടും ഓ റത്തിനി ഹമാ ലത്തിനി തോണി ലീഗബറത്തിനി ശുഭ തുറമുഖം കാണാൻ കഴിയാതെ നിന്നെ വല്ലാതെ ആർത്തുലയ്ക്കുന്ന ചില കാറ്റുകളെ എന്റെ അപ്പ ശാന്തമാക്കാൻ പോവാ. കാറ്റ് അമരാൻ പോവാ കുഞ്ഞെ. ആ കാറ്റ് അമരാൻ പോവാ. ശാന്തത ഉണ്ടാകാൻ പോവാ. അവൻ നിന്നെ ശുഭ തുറമുഖത്ത് എത്തിക്കാൻ പോവാ. ലേഖ്യ രഹസ്യ ശുഭ തുറമുഖത്ത് എത്തിക്കാതിരിക്കാനാണ് വെല്ലുവിളി. നീ ഒരു നന്മ പ്രാപിക്കാതിരിക്കാനാണ് വെല്ലുവിളി. പക്ഷെ ദൈവാത്മാവോട് പറയുന്നു, നീ ശുഭ തുറമുഖത്തെത്തും. അത് നിന്നെ നിന്ദിച്ചവൻ ആദ്യം കാണും. അല്ലേ
നിന്നെ പരിഹസിച്ചവൻ അത് ആദ്യം കാണും, നിന്നെ കരയിപ്പിച്ചവനാണ് അത് ആദ്യം കാണുന്നത്, നിന്നെ ഉടച്ചവനാണ് അത് ആദ്യം കാണുന്നത്. അത് ഏത് വ്യക്തിയുമായിക്കോട്ടെ കുഞ്ഞെ, ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. നീ ഏതെങ്കിലും ഇടങ്ങളിൽ അപമാനിക്കപ്പെട്ട് തല കുനിയപ്പെട്ട് ഇറങ്ങി പോന്നിട്ടുണ്ടോ, അവിടെ തന്നെ അതേ പട്ടണത്തിൽ തന്നെ നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഓ റീഖ ബാബ. മോശയോട് കർത്താവിന് ഒരു ഫേവർ ഉണ്ട് കേട്ടോ. മോശയോട് ദൈവത്തിന് ഒരു ഫേവർ ഉണ്ട്. നീ ഒരു മോശയാണെങ്കിൽ നിന്നോട് കർത്താവിന് ഫേവർ ഉണ്ട്. കർത്താവ് പറയുന്ന ഒരു കാര്യം പുറപ്പാട് പുസ്തകം 4:12 പറയുന്നു, നിന്റെ വായോട് കൂടെ ഇരുന്ന് സംസാരിക്കേണ്ടത് ഞാൻ ഉപദേശിച്ചു തരും. നീയല്ല ഇനി സംസാരിക്കുന്നത്, നിന്റെ ശബ്ദമല്ല ജനം കേൾക്കുന്നത്, ദൈവത്തിന്റെ ശബ്ദം. 4:12 പുറപ്പാട് 4:12 പറയുന്നു, നിന്റെ വായോട് കൂടെ ഇരുന്ന് ഞാൻ സംസാരിക്കും. ഇതിന്റെ അകത്ത് റെഡിയാണോ ദൈവത്തിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ? നമ്മുടെ വാക്കുകളല്ല, ജനത്തിന് ദൈവഗീതം സംസാരിപ്പിക്കാൻ ബിജു പാസ്റ്ററെ കർത്താവിനോട് വിളിച്ചു പറയാൻ പറയുന്നു, നിങ്ങളുടെ ശബ്ദം യഹോവയുടെ ശബ്ദമായി മാറാൻ പോകുന്നു. ഓ ലാഹംസി വനത്തിലെ ഓ റഗസി തോലുരിപ്പിക്കുന്ന ലേഖ്യപര പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ലേഖസി മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ഒരു ആത്മത്തി അഭിഷിക്ത നിങ്ങളുടെ മേൽ കർത്താവ് പകരുകയാ. ജനത്തിന്റെ മേൽ നീ കൊടുക്കുന്നതിന് നിന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദമാ. യഹോവയുടെ ശബ്ദം നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്നു. റീഖ ബലീദന രഹസ്യ ഏത് സമയത്ത് എന്ത് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മ ഉപദേശിക്കാൻ പോകുന്നു. റെഡിയാണോ? ചിലരോടൊക്കെ ഉത്തരം പറയാൻ നമുക്ക് പറ്റുന്നില്ല അല്ലെ. നമ്മൾ എന്താ പറയേണ്ടിയെന്ന് കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നെന്ന്. നമ്മൾ എന്താ പറയേണ്ടിയെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കാൻ പോകുന്നെന്ന്. പല വാക്കുകളും നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്, പല വാക്കുകളും നമ്മളെ വല്ലാതെ ഉടയ്ക്കുന്നുണ്ട്, പല വാക്കുകളും നമുക്ക് മുമ്പോട്ട് പോകാൻ വല്ലാതെ വേദനജനകമായ അനുഭവങ്ങളാണ്. ദൈവാത്മാവിനോട് പറയുന്നു, വാക്കുകൾ കൊണ്ട് മുറിപ്പെട്ടവരായി ഇതിന്റെ അകത്ത് പലരും. വാക്കുകൾ കേട്ട് ഇനി ഒരിക്കലും മുമ്പോട്ട് പോകുന്നില്ല സിസ്റ്ററെ എന്ന് പറഞ്ഞു മടുത്തിരിക്കുന്ന ഒരു പോലും ഇതിന്റെ അകത്തുണ്ട്. കുഞ്ഞെ, നിന്റെ ശബ്ദം ഇനി യഹോവയുടെ ശബ്ദമായി മാറാൻ പോകുക. 6-ാം ദിവസം ആ ഫേവർ ഇൻക്രീസിന്റെ മേൽ കർത്താവ് പകരാൻ ആഗ്രഹിക്കുകയാ. എത്ര പേർ ആഗ്രഹിക്കുന്നു, ആ ഫേവർ എനിക്ക് വേണം, ഞാനല്ലേ ഇനി സംസാരിക്കേണ്ടത്, ദൈവമേ അങ്ങനോട് സംസാരിക്കണം, അങ്ങയുടെ വാക്ക്, അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ ഗീതം പറയാൻ കർത്താവിനെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. യോഹന്നാൻ മരുഭൂമിയിലെ ശബ്ദമായിരുന്നു. ഹല്ലേലൂയ. അദ്ദേഹത്തിന് കർത്താവുമായിട്ട് അസാധാരണ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയാം, ഫേവർ വെളിപ്പെടണമെങ്കിൽ കർത്താവുമായിട്ട് ഒരു ബന്ധം വേണം, കർത്താവുമായിട്ട് ഒരു റിലേഷൻ വേണം. അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്ന ആ ദൈവത്തിന്റെ തേജസ്സിനുള്ളിൽ ഇരിക്കണമെങ്കിൽ വിശുദ്ധി നാം ധരിക്കേണ്ടത് ആവശ്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ യോഹന്നാന്റെ ഒരു പ്രബോധനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശക്തമായ ഒരു ശുശ്രൂഷകനായിരുന്നു യോഹന്നാൻ ഒരു മയോ ഇല്ല കേട്ടോ. യോഹന്നാൻ സംസാരിക്കുന്ന ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിന് വല്ലാത്ത വേദന തോന്നും. അതിന്റെ അകത്ത് ആദ്യത്തെ ഭാഗത്ത് വിളിക്കുന്ന ഒരു പേരാണ് സർപ്പ സന്തതികളെ. ഹല്ലേലൂയ. യോഹന്നാൻ വിളിക്കുന്ന ഒരു പേര് എന്താ? സർപ്പ സന്തതികളെ, വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുക. എന്തുകൊണ്ട് അഭിഷിക്തൻ അങ്ങനെ വിളിച്ചത്? നമ്മോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണോ? നമ്മെ കരുതാത്തത് കൊണ്ടോ? അല്ലല്ല. ആ നിത്യ നരകത്തിലേക്ക് നാം വീണു പോകാതിരിക്കാൻ നമ്മോടുള്ള കരുതലാണ്. ഞാനൊരു കാര്യം പറയാം, ചില ശുശ്രൂഷകൾ, ചില ഇടപെടലുകൾ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത വേദന ചിലപ്പോൾ തോന്നും. പക്ഷെ അത് മനസ്സിലാക്കണം, അത് ദൈവത്തിന്റെ സ്നേഹമാണ് അഭിഷിക്തയിലൂടെ വെളിപ്പെട്ട് വരുന്നത്. അതിന്റെ അകത്ത് പറയുന്ന ഒരു കാര്യം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ഇൻഗ്രേസിനോടും പറയുന്നു, മാനസാന്തരത്തിന് യോഗ്യം നിങ്ങളുടെ പ്രവൃത്തി അറിയുന്നവർ യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയണം. അങ്ങനെയുള്ളൊരു ഫലം ഇതിന്റെ അകത്ത് വെളിപ്പെട്ട് വരണം. കൃപാവരം മാത്രമല്ല, ഫലമുള്ള കൃപാവരം. മനസ്സിലാകുന്നുണ്ടോ? ജീവിതമുള്ള കൃപാവരം. ഇതാണ് അന്ത്യകാലത്തിന് ആവശ്യം. പലരും ചോദ്യം ചെയ്യുമ്പോ, പലരും വിരൽ ചൂണ്ടുമ്പോ ഇതിന്റെ അകത്ത് അങ്ങനെയുള്ള ചില നീതിമാന്മാർ പുറത്തു വരികയാത്ത കുറ്റം വിധിക്കാൻ കഴിയാത്ത എത്ര പേർ റെഡിയാ?
ഒരു വൃക്ഷത്തിന്റെ ഫലം കണ്ടിട്ടാണ് നമ്മൾ ആ വൃക്ഷം നല്ലതാണോ അതോ ചീത്തയാണോ എന്നൊക്കെ തിരിച്ചറിയുന്നല്ലേ. കർത്താവ് അതുപോലെ തന്നെയാ. നമ്മുടെ ഫലം അറിഞ്ഞിട്ടാ നാം ആകുന്ന വൃക്ഷത്തെ വെട്ടിക്കളയണമോ അതോ നിലനിർത്തണമോ എന്ന് തീരുമാനിക്കുന്നത്. 2025 നമ്മളെ വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ ഈ ജനുവരി മാസം 20-ാം ദിവസം നമ്മളെ കാണാൻ ദൈവം അനുവദിച്ചെങ്കിൽ നമ്മളിൽ എന്തോ ഫലം കർത്താവ് കണ്ടിട്ടാണെന്ന് ഉറപ്പുള്ള ജനം ആത്മാവിൽ സ്തുതിച്ചു തുടങ്ങട്ടെ. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന പലരും പട്ടുപോയില്ലേ, പലരും മുറിഗസി ടാറ്റ പറഞ്ഞു പോയില്ലേ. ഈ ഖബലുദിന് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടെ നിൽക്കുന്ന ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, വൃക്ഷത്തിന്റെ ചുവടിൽ ഇപ്പോഴേ ഒരു കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. കുഞ്ഞെ, ഞാൻ ഒരു കാര്യം പറയാം. ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി നിന്റെ അകത്തുനിന്ന് വെളിപ്പെട്ട് വന്നാൽ അവൻ നിന്റെ ജീവിതത്തിൽ നന്മയും കരുണയും ഒക്കെ പിന്തുടരുമാറാക്കും. നീതിമാൻ പ്രതിക്രിയ കണ്ട് സന്തോഷിക്കും. നിന്റെ ശത്രുക്കൾ പോലും നിങ്ങളോട് നിരക്കാൻ തുടങ്ങും. കർത്താവ് അങ്ങനത്തെ ഫേവർ ചെയ്യുന്ന മനുഷ്യനാ കേട്ടോ. ദൈവം എപ്പോഴും ദൈവത്തിന്റെ സ്ട്രാറ്റജിയിലായി നിൽക്കുന്ന ദൈവഭക്തനെ കർത്താവ് അധികം മാനിക്കും, ഉന്നതങ്ങൾ മാനിക്കും, രാജകീയമായ വഴികൾ തുറന്നു കൊടുക്കും, പ്രതീക്ഷിക്കാത്ത നന്മകൾ തുറന്നു കൊടുക്കും. അങ്ങനെ ഒരു വഴി നിന്റെ മേൽ തുറക്കണമെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ നാം എല്ലാവരും മാറിയാൽ മാത്രം മതി. എല്ലാവർക്കും അനുഗ്രഹം മതി, എല്ലാവർക്കും സൗഖ്യം മതി, എല്ലാവർക്കും വിടുതൽ മതി, എല്ലാവർക്കും സാമ്പത്തിക നന്മ മതി. ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്, കർത്താവിന്റെ കൂടെ നടക്കുന്നവന് ഇതെല്ലാം ഫ്രീയാ. ഹല്ലേലൂയ. കർത്താവിന്റെ കൂടെ നടന്നാ മതി. ആർക്കും സത്യം അറിയത്തില്ല, എല്ലാവർക്കും വിടുതൽ മതി, അനുഗ്രഹം മതി. യേശുവിനെ ആർക്കും വേണ്ട, പക്ഷെ യേശുവിന്റെ കൂടെ കൂടുന്നവർക്ക് ഇതൊക്കെ ഫ്രീയാ. എന്റെ അപ്പൻ തരുന്ന ബോണസ് മാത്രമാ കുഞ്ഞുങ്ങളെ ഇതൊക്കെ. നിന്റെ ജീവിതത്തിന്റെ അകത്ത് യേശുവിനെ കൂട്ടുപിടിക്കാൻ തയ്യാറാക. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൽ. കർത്താവിന്റെ വിടുതൽ ഉണ്ടാകണമെങ്കിൽ കർത്താവിനോട് പറ്റിയിരുന്നാ മതി. അവൻ നിന്നെ ഉയർത്തണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ നാമത്തെ അറിഞ്ഞാ മതി. യേശു എന്ന നാമത്തിന്റെ മഹത്വം നീ അറിയും തോറും അവൻ നിന്നെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. യേശു കർത്താവിനെ കുറിച്ച് യോഹന്നാന് നേരത്തെ വഴിയൊരുക്കാൻ കർത്താവ് അയച്ച ഒരു ദൈവത്തിന്റെ അഭിഷിക്തനാണ്. യേശു കർത്താവിന് മുമ്പ് യോഹന്നാനെ കർത്താവ് അയച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് കീഴ്പ്പെടാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞിട്ട് ദൈവാത്മാവോട് പറയുന്നു, യേശുവിന് യോഹന്നാന്റെ മുമ്പിൽ കീഴ്പ്പെടാൻ പറ്റി, സ്നാനപ്പെടാൻ വേണ്ടി താൻ മുട്ടുകുത്തുകയാണ്. പക്ഷെ പലർക്കും കീഴ്പ്പെടാൻ മനസ്സില്ല. താഴ്മ ധരിക്കുന്നവനാണ് ധനവും മാനവും ജീവനും. മറന്നു പോകരുത്. തന്നെ താൻ താഴ്ത്തുന്നവന് മറ്റുള്ളവനെ ഒരുവനേക്കാൾ നമ്മേക്കാൾ ശ്രേഷ്ഠത നേടാൻ നീ പഠിച്ചാൽ തുടങ്ങിയാൽ നിന്റെ ജീവിതം മാറുന്ന നിനക്ക് കാണാൻ കഴിയും. താഴ്മ ധരിക്കാൻ, ദൈവത്തിന്റെ കൂടെ നടക്കാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, വീശുമുറ അവന്റെ കയ്യിലുണ്ട്, കളത്തെ മുറ്റും വെടുപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പാത്തിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഒരു ന്യായവിധി നമുക്ക് എല്ലാവർക്കും ദൈവം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ നാം ചെയ്യുന്ന നല്ലതും തീയതുമായ എല്ലാ പ്രവൃത്തികൾക്കും തക്കതായ ന്യായവിധി വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് നാം ഫലമുള്ളവരായി മാറണം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കും. ഹല്ലേലൂയ. വേറൊന്നും നോക്കണ്ട, നല്ല വൃക്ഷമാണോ നല്ല ഫലം തന്നെ കായ്ക്കും. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലം കായ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. 7-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, വൃക്ഷം വെട്ടി തീയിലിടുന്നു. 7:20 പറയുന്നു, ഫലത്താൽ നിങ്ങൾ അവരെ അറിയും. നിങ്ങൾ അവരെ അറിയൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫലം കാരണമാണ് മറ്റുള്ളവർ യേശുവിനെ അറിയുന്നത്. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയും.
തിരിച്ചറിയാൻ ഇടയാകുന്നത്. 7:21 പറയുന്നു, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഹല്ലേലൂയ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ തയ്യാറാകണം. ഹല്ലേലൂയ. യോഹന്നാൻ ഉണ്ടായ ഫേവർ എന്താണ്? സ്വർഗം തുറന്നു. ഇങ്ങനെ ശുശ്രൂഷിച്ച യോഹന്നാന്റെ മേൽ വെളിപ്പെട്ട ദൈവിക ഫേവർ എന്താ? സ്വർഗം തുറന്നു. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുന്നത് അവൻ കണ്ടു. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അവൻ കണക്ട് ആകാൻ തുടങ്ങി. പരിശുദ്ധാത്മാവാരോടൊക്കെ വിളിച്ച് പറഞ്ഞിന്റെ ശുശ്രൂഷകൾ അനേകം പേരെ ദൈവരാജ്യത്തിലേക്ക് അടുപ്പിക്കുന്നതായി മാറട്ടെ. മാനസാന്തരത്തിന് വേണ്ടി ചിലരെ ഒരുക്കുന്നതായി മാറട്ടെ. ഈ അന്ത്യകാലത്ത് നീ അല്ല ഇവിടെ സംസാരിക്കേണ്ടത്, ദൈവത്തിന്റെ ആത്മാവായിരിക്കട്ടെ. പ്രിയ അഭിരാമി അടിവായിസിലായിരിക്കുന്ന പ്രിയ കുഞ്ഞിനോട് പരിശുദ്ധാത്മാ പറയുന്നു, നീ പലയിടത്തും ഒറ്റപ്പെടുന്നത്, പലയിടത്തും നീ മാറ്റി നിർത്തപ്പെടുന്നത്, പലയിടത്തും നീ കരയുന്നത് കർത്താവ് കാണാഞ്ഞിട്ടല്ല. ദൈവത്തിന് ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ നീ പുറത്തു വരും. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ഒരു സമയമുണ്ട്. ആ വാഗ്ദത്തത്തിന്റെ സമയത്തിന്റെ അകത്ത് നീ പുറത്തു വരും. ആർക്കും നിന്നെ ഇനി ഒഴിവാക്കാൻ പറ്റത്തില്ല. ആർക്കും നിന്നെ ഇനി കളിയാക്കാൻ പറ്റത്തില്ല. ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഒരടിമ ചങ്ങലയ്ക്കും, ഒന്ന് ആത്മാവിൽ പറ, ഒരടിമ ചങ്ങലയ്ക്കും എന്നെ തൊടാൻ ഇനി പറ്റത്തില്ല. ഞാൻ ആത്മാവിൽ നിറഞ്ഞൊരു പൈതല, ആത്മാവ് വിശുദ്ധിയോടും വേർപാടോടും ജീവിക്കുന്ന ഒരു പൈതല, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു പൈതല. ഇനി ആർക്കും എന്നെ വേദനിപ്പിക്കാൻ പറ്റത്തില്ല. ആർക്കും എനിക്കെതിരെ സംസാരിക്കാൻ പറ്റത്തില്ല. അജയ് ബ്രദറെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ലേഖസ്യ നിങ്ങൾക്കെതിരെ ചിലർ വാദഗതി ഉയർത്തിയിരിക്കുക, നിങ്ങളെ തകർത്ത് കളയാൻ, ഭാരപ്പെടുത്താൻ. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഒരു മനുഷ്യനും പറ്റത്തില്ല. യോശുവയുടെ പുസ്തകം 1-5 പറയുന്നു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല കേട്ടോ, നിൽക്കയില്ല. ഭാരപ്പെടരുത്. ചിലപ്പോഴൊക്കെ ഭയപ്പെട്ടു പോകാറുണ്ട്, അയ്യോ ഈ വ്യക്തി എന്താ ഇങ്ങനെ. ഞാൻ ഒരു കാര്യം പറയാം, ഫൈറ്റിംഗ് വെളിപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ദൈവമഹത്വം ഉണ്ട്. അതുകൊണ്ട് തന്നെയാ ഫൈറ്റിംഗ് ഉണ്ടെങ്കിൽ, വേദന ഉണ്ടെങ്കിൽ, ഞെരുക്കമുണ്ടെങ്കിൽ, പ്രയാസമുണ്ടെങ്കിൽ നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അതിൻ്റെ അകത്ത് നീ ആരാണെന്ന് ദൈവം തെളിയിക്കും. ചിലതിനോട് നീ ഉത്തരം പറയേണ്ടെന്ന് അജയ് ബ്രദറെ പരിശുദ്ധാത്മ പറയുന്നു. ദൈവം തെളിയിക്കാൻ പോവുക. ലാഹം ബ്രദർ, നീ മിണ്ടാതിരിക്കുമ്പോ ദൈവം യുദ്ധം ചെയ്യാൻ തുടങ്ങും. നിന്നോട് പോരാടുന്നവരെ നീ നോക്കും, നീ കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. വിശ്വാസത്തോടെ കാൽച്ചുവടുകൾ എടുത്തു വച്ചപ്പോ മുമ്പോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന സ്ഥലം പോലും, പ്ലാറ്റ്ഫോം പോലും നഷ്ടമാക്കുന്ന ഒരു റീഗസ് ചുഴലിക്കാറ്റ് കർത്താവ് പൗലോസുമായി ബന്ധപ്പെട്ട അജയ് ബ്രദറെ പറയുന്നു. ലേഖമ, നീ ആയിരിക്കുന്ന മേഖലകൾ നിൽക്കാൻ പോലും സമ്മതിക്കാതെ റീകബരഗതിരികതുരതന് ഭയങ്കര കാറ്റാണല്ലോ, കൊടുങ്കാറ്റ് കൊണ്ട് വലഞ്ഞു. രക്ഷപ്പെടുമെന്നുള്ള ആശയമൊക്കെ അറ്റുപോയി. പലപ്പോഴും ഹോസ്പിറ്റലിന്റെ അകത്ത് നിന്നെ അകപ്പെടുത്തിയപ്പോ അവൻ വിചാരിച്ച ഇനി പുറത്ത് വരത്തില്ലെന്ന. പക്ഷെ ദൈവം കൂടെ ഉണ്ട് കേട്ടോ. ലാഹബ്രാദിന് പലയിടങ്ങളിൽ നീ തലകുനിയപ്പെട്ടത് റീഗസ് ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടാനാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാ. ഇതിന്റെ അകത്ത് ഈ ദൂതുമായി ബന്ധപ്പെട്ട് തന്നെ ദൈവാത്മാവിനോട് വിളിച്ചു പറയാൻ പറയുന്നു, ഒരു കാറ്റിന് നിന്നെ തൊടാൻ പറ്റത്തില്ല, ഒരു കണ്ണുനീരിന് നിന്നെ തൊടാൻ പറ്റത്തില്ല, ഒരു വേദനയ്ക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല. നിന്റെ മേൽ ചലിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ കർത്താവ് തെളിയിക്കാൻ പോകുന്നു. ആ മഹത്വത്തിന്റെ കാര്യം തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ. ഒരു ആത്മതലം തുറക്കപ്പെടട്ടെ. ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് അനുഭവിക്കുന്ന ഒരു സഹോദരി ഇതിൻ്റെ അകത്തുണ്ട്. ലേഖേരച്ച് നിങ്ങളെ ചിലർ വെട്ടിക്കളയുന്നുണ്ട്, ചിലർ നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ട്. വല്ലാതെ കരഞ്ഞുകൊണ്ട് ഇന്നും ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരും. ഒരു മനുഷ്യനുമല്ല നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത്, സർവശക്തനായ ദൈവമാണ്. ലാക്കം ബ്രദന, നിങ്ങളുടെ സമയം കഴിഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട. നിങ്ങളുടെ ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നു കേട്ടോ. ലേഖ്യ ഭരതന്, നിങ്ങൾ ഇനി ഇവിടെ ശുശ്രൂഷിക്കണ്ട. നിങ്ങളെ ചിലർ വെട്ടിക്കളയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടിക്കിളിർക്കും. ഒരു വർഷമായിരുന്ന പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ വീണ്ടും പൊട്ടിക്കിളിർക്കും. ആര് വെട്ടിയോ അവരുടെ മുമ്പിൽ തന്നെ പൊട്ടിക്കിളിർക്കാൻ എത്ര പേർ റെഡിയാ? ലേഖസെ കരയിപ്പിച്ചവരുടെ മധ്യേ തന്നെ ഒരു മാന്യത ഉണ്ടാകാൻ, ലേഖ വേദനിപ്പിച്ചവരുടെ മധ്യേ തന്നെ ദൈവത്തിനെ ഉപയോഗിക്കാൻ, ലേഖഭരതൻ ആത്മതലം തുറക്കപ്പെടുന്ന എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട്. ലേഖേരേതന കരഞ്ഞ് കരഞ്ഞ് തീർത്ത ചില സംവത്സരത്തിന്റെ മറുപടികൾ, ലേഖേരേതന നിന്റെ
അടകിൻ്റെകത്ത് മടങ്ങി വരുക. ഇതിൻ്റെകത്ത് അസാധാരണ തീ പിടിക്കുന്നുണ്ടല്ലോ, തീ പിടിക്കുന്നല്ലോ, തീ പിടിക്കുന്നല്ലോ. ലാക്കം ബ്രദർ അന്യഭാഷ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ലാഹം റുദുനി ഹസരം ദിനി ധന രഗബര ഹദന റിഗബ റീഗ ലാഹം റുദുനി ഹദന ഹസരി ധന 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 രഗരഗദിനി റീഗ മമ 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 മർഹുലുഗുദുനി ഹസരം ദിനി ധന രഗരഗദിനി. ദൈവത്തിന്റെ തേജസ് പിടിക്കട്ടെ, തേജസ് പിടിക്കട്ടെ, മഹത്വത്തിന്റെ തല തുറക്കപ്പെടട്ടെ, തേജസിന്റെ ശുശ്രൂഷ വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. ഇനി നടക്കത്തില്ലെന്ന് ലോകം വിധിയെഴുതി ചില വിഷയത്തിന്റെ അകത്ത് ദൈവം നടക്കുമെന്ന് തെളിയിക്കാൻ പോവുക. അത് വിദ്യാഭ്യാസം ആയിക്കോട്ടെ, ശുശ്രൂഷ മേഖലകളായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, എനിക്കറിയത്തില്ല, പരിശുദ്ധം പ്രവചിക്കാൻ പറയുന്നു. ഇനി നടക്കത്തില്ല, ഇനി ഒരു രക്ഷയില്ല, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് ലോകം വിധിയെഴുതിയ ചില വിഷയത്തിന്റെ അകത്ത് നാറ്റം വമിച്ച ചില വിഷയത്തിന്റെ അകത്ത് ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുകയാ. കർത്താവ് എന്നെ കണക്ട് ചെയ്യുന്ന രൂത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാ. ഈ രൂത്തിനാണെങ്കിലേ വിത്ത് എന്താണെന്ന് അറിയത്തില്ല, കൊയ്ത്ത് എന്താണെന്ന് അറിയത്തില്ല, പണി ആയുധങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ രൂത്തിന്റെ മേൽ ദൈവം ഇട്ടിരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ആ കൊയ്ത്തിന്റെ യജമാനത്തിയാണ്. ഹല്ലേലൂയ. ഇതിന്റെ അകത്ത് ദൈവാത്മാവ് അത് പ്രഖ്യാപിക്കാൻ പറയുന്നു. വിത്തറിയാത്ത നിന്നെ, ഇതിന് കൊയ്ത്ത് എന്താണെന്ന് അറിയാത്ത നിന്നെ, പണിയായുധങ്ങൾ എന്താണെന്ന് അറിയാത്ത നിന്നെ കൊയ്ത്തിന്റെ യജമാനത്തിയാക്കുവാനുള്ള അഭിഷേകം. ലാഹംബ്ര, നീ വിതയ്ക്കാത്തത് കൊയ്യാൻ പോകുകയാ. നീ വിതയ്ക്കാത്തത്, എനിക്കറിയത്തില്ല, ഇത് റിസീവ് ചെയ്യുന്നുണ്ട് അനേകം പേര്. നീ വിതയ്ക്കാത്തത് കൊയ്യാൻ പോകും. ഭയങ്കര തീ പിടിക്കുന്നല്ലോ, നിങ്ങളുടെ കൈകളിലൂടെയൊക്കെ തീ കത്തുന്നത് എനിക്ക് കാണാം. ലാക്കം മൃദു, ചിലരുടെ കൈകളിലൂടെ വിതയ്ക്കാത്തത് കൊയ്യാൻ പോകുകയാ. നിനക്ക് വേണ്ടി ദൈവത്തിലത് മാറ്റി വച്ചിട്ടുണ്ട്. കറ്റയുടെ ഇടയിൽ നീ പുറക്കിക്കോ. ബോവസ് പറഞ്ഞൊരു കാര്യമാ, നീ വേറെ ഒരു വയലിലും പോകണ്ട കുഞ്ഞ്, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ചില നന്മകൾ, നീ വേറെ ഒരിടത്തും പോകണ്ട. നീ മാറ്റി നിർത്തപ്പെടുന്ന വ്യക്തിയല്ല രൂത്തേ, നീ അനാഥയാണ്. റീഗോബസ്, ദൈവത്തിന് അതറിയാം. നീ ഭാരപ്പെടുന്നവളാണ്, ദൈവത്തിന് അതറിയാം. നീ കണ്ണുനീരോടെ നിലവിളിക്കുന്നവളാണ്, അത് കർത്താവിന് അറിയാം. രൂത്തേ, നീ വേറെ ഒരു വയലിലും പോകണ്ട. കറ്റയുടെ ഇടയിൽ തന്നെ പുറക്കിക്കോളാൻ പറഞ്ഞതുപോലെ ഇതിന്റെ അകത്തൊരു ഫേവർ വെളിപ്പെടുന്നല്ലോ. ചിലർ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നത് എനിക്ക് കാണാം. കണ്ണുനീരോടെ ഈ ദൂത് നീ കേൾക്കുമ്പോ കർത്താവിനോട് പറയുന്നു, രൂത്തിന്റെ മേൽ ആ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടാൻ പോകുന്നു. ആര് നിന്നെ സഹായിക്കാനില്ലേ? പ്രിയ സഹോദരി സിനിമോളോട് പരിശുദ്ധർമ്മ പറയുന്നു, ആര് നിന്നെ സഹായിക്കാനില്ലേ? ഓറദന, രൂത്തിന്റെ അതേ അനുഭവമാണ്. മുമ്പോട്ട് പോകാൻ കഴിയാതെ, റീഗബസ് എന്തു ചെയ്യണമെന്നറിയാതെ, നാളെ എന്താകുമെന്നറിയാതെ വല്ലാതെ കരയുന്നുണ്ട്. കർത്താവിനോട് പറയും, നീ വിതയ്ക്കാത്ത ഇടത്തുനിന്ന് ചിലത് കൊയ്യാൻ നിന്നെ കർത്താവ് ബലപ്പെടുത്താൻ പോവുക. ആർക്കും നിന്നെ വേണ്ട, ലേഖസ് എല്ലാരും നിന്നെ മാറ്റി നിർത്തുന്നുണ്ട്. ലാക്കം ബുദ്ധുനി ഹസരം ദിരിതര രഹസ്യ. ബോവസിന് നിശ്ചയമായും കുഞ്ഞെ നിന്നോട് കരുണ തോന്നും. ബോവസിന് നിശ്ചയമായും നിന്നോട് കരുണ തോന്നും. ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്ത ചില വ്യക്തികളുമായി ഇതിന്റെ അകത്ത് ചിലര് കണക്ട് ആകാൻ പോവുക. വല്ലാതെ നിലവിളിയോടുകൂടിയാ നീ ഈ ദൈവശബ്ദം കേൾക്കുന്നത്. റീഖ എല്ലാം നഷ്ടപ്പെട്ട രൂത്തുമാർ ഇതിന്റെ അകത്തുണ്ടോ? ലേഖേ രേഖ പറതിന് എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയാതെ, ലേഖേ രേഖസി നാളെ എന്താകുമെന്നറിയാതെ, ലേഖബസ് ഒരു കൊയ്ത്തിനു വേണ്ടി റെഡിയാകുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്. റീഖബസ്, എനിക്കൊരു നന്മ വെളിപ്പെടണമേ കർത്താവെ, എനിക്കൊരു വിടുതൽ ലഭ്യമാകണമേ കർത്താവെ. റീഖബർ, എന്നെ കൈവിടല്ലേ എന്ന് നിലവിളിക്കുന്ന ചില രൂത്തുമാർ ഇതിന്റെ അകത്തുണ്ട്. എന്നെ ആരും സഹായിക്കാനില്ല കർത്താവെ, അങ്ങല്ലാതെ എനിക്ക് ആശ്രയിപ്പാൻ ആരുമില്ലെന്ന് പറയുന്ന ചില രൂത്തുമാർ ഇതിന്റെ അകത്തുണ്ട്. രൂത്തുമാരെല്ലാം പുറത്തു വരട്ടെ. ഞാൻ ആത്മാവെ പ്രാർത്ഥിക്കുന്നു, ബോബസുമാരുമായി കണക്ട് ആകട്ടെ. നിന്റെ വീണ്ടെടുപ്പുകാരനുമായ ഒരു കണക്ഷൻ ദൈവം തരുക. ലിൻസി സാം ദൈവാത്മാവിനോട് പറയുന്നു, റീഗബസ്, നീ വിതയ്ക്കാത്തിടത്ത് ഞാൻ നിന്നെ കർത്താവ് കൊയ്യിപ്പിക്കാൻ പോവുക കേട്ടോ. കടബാധ്യത വല്ലാതെ നിന്നെ ഞെരുക്കുന്നുണ്ട്. നിന്റെ കണ്ണുനീര് അതിന് ഉത്തരമാണ്. ലാക്കം റീക്ക ബറുദിന് നിനക്ക് മുമ്പോട്ട് പോകാൻ വഴിയറിയാതെ നിൽക്കുന്നു. അനാഥത്വത്തിന്റെ മണ്ഡലം, അത് പലരെയും സഹായിച്ചതാ. പക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരു ആവശ്യം വന്നപ്പോ ആരും നിന്റെ കൂടെ ഇല്ല. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, വീണ്ടെടുപ്പുകാരൻ നിന്റെ കൂടെ ഉണ്ട്. ലേഖസ്, നിന്റെ വീണ്ടെടുത്ത കർത്താവ് നിന്റെ കൂടെയുണ്ട്. നീ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ വീണു പോകാൻ ദൈവം അനുവദിക്കത്തില്ല.
ലേക്കേരി നിന്റെ കണ്ണുനീർ തുടച്ച അവൻ ലീഗ നിന്നെ കൊയ്ത്തിന്റെ യജമാനത്തിയാക്കാൻ പോവുക, കൊയ്ത്തിന്റെ ഉടമയാക്കി മാറ്റാൻ പോവുക. നിനക്ക് വിത്ത് എന്താണെന്ന് അറിയത്തില്ല. ലേഗസി ഹത്തനെ ഗബ റദ്ദന കനഗബ ലഘുബു റുദ്ദുനി റീഗസി എന്താണ് യന്ത്രങ്ങളെന്ന് നിനക്കറിയത്തില്ല, എങ്ങനെയാണ് കൊയ്ത്തുണ്ടാകുന്നതെന്ന് അറിയത്തില്ല. ദൈവാത്മാവിനോട് പറയുന്നു, ദൈവത്തിന്റെ കരം ലേഖബസ് നിന്റെ കൂടെ ഇരുന്ന് അവൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുക. ദൈവം നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. അത് ഭയങ്കര ഫേവറാ കേട്ടോ. നിങ്ങളുടെ മുമ്പിൽ അസാധാരണമായി വെളിപ്പെടുകയാ. കരഞ്ഞ് തീർത്ത സമ്പർശത്തിന് ഒത്തവണ്ണമുള്ള അനുഗ്രഹം നിങ്ങളുടെ പടകിന്റെ അകത്ത് സ്വർഗം ഒരുക്കാൻ പോവുക. ഇതിന്റെ അകത്ത് കരഞ്ഞ് നിലവിളിച്ച് ഇനി കണ്ണുനീരില്ലാതെ ആരെങ്കിലും ഇരിപ്പുണ്ടോ? നിങ്ങളോടും തന്നെയാ ദൈവാത്മാവ് പറയുന്നത്. ആ കരഞ്ഞ് തീർത്ത സമ്പത്സരത്തിന് ഒത്തവണ്ണം നിന്റെ മേലൊരു കൊയ്ത്ത് വെളിപ്പെടുന്നു. കണ്ണുനീരോടെ വിതച്ചതിന് ആർപ്പോടെ കൊയ്യുന്ന ഒരു അനുഭവം. എല്ലാവരും ഇരിക്കുന്നത് പോലെ അല്ല ചിലർ ഇതിന്റെ അകത്ത് ഇരിക്കുന്നത്. ദൈവം അല്ലാതെ ഒരു ആശ്രയമില്ല. കർത്താവ് എന്നോട് സംസാരിച്ചതല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അങ്ങനെ ചിലർ ഇതിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. എൽസി ജോൺ, ദൈവാത്മാവ് സഹോദരി നിന്നോട് വിളിച്ചു പറയാൻ പറയുന്നു. ലേക്കേരൊക്കെ സ്വരൂത്തിന്റെ അതേ അനുഭവമാണല്ലോ. അനാഥത്വത്തിന്റെ മണ്ഡലമാ. മുമ്പോട്ട് പോകാൻ നിനക്ക് കഴിയുന്നില്ല. പലപ്പോഴും നീ ഭാരപ്പെട്ട് കരയുന്നുണ്ട്. ആരെന്നെ സഹായിക്കും, ആരെന്റെ കൂടെ നിൽക്കും? ലേഖബറതിൽ നിന്റെ ഈ കണ്ണുനീരുണ്ടല്ലോ ദൈവം തുരുത്തിയിലാക്കി വച്ചിട്ടുണ്ട്. അവൻ തക്ക സമയത്ത് ഒരു ആത്മമഴയായി നിന്റെ ജീവിതത്തിന്റെ അകത്ത് പെയ്തൊഴിക്കാൻ പോകുകയാ. ലേഖേരി ധനാഗബറ ചിലത് ചെയ്തെടുക്കുവാൻ തയ്യാറാകുമ്പോ മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു തടസ്സം, മുമ്പോട്ട് പോകാൻ കഴിയാത്ത റീഗബരത്തിന് ഒരു ഭാരം നിന്റെ മുമ്പിൽ നിന്ന് നിന്നെ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ മീറ്റിങ്ങിന്റെ അകത്ത് ആ ഭാരത്തെ കർത്താവ് തകർക്കുക നിന്റെ ഹൃദയത്തിൽ. ആ ഭാരം അഴിയുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ച് കൊള്ളുക. അവൻ നിന്നെ പുലർത്തും. എന്തെന്നില്ലാത്ത ഭാരം, മുമ്പോട്ട് പോകാൻ കഴിയാതെ, നിന്റെ യാത്ര സുഗമമായി ചെയ്യാൻ കഴിയാതെ, നിന്റെ ഹൃദയത്തെ വല്ലാതെ ഉലയ്ക്കുന്ന മണ്ഡലം ആത്മാവിൽ പരിശുദ്ധ പൊളിച്ചു കളയുകയാണ്. ആർക്ക് നിന്നെ വേണ്ടേലും കർത്താവിന് നിന്നെ വേണം. അങ്ങനെ പറയാൻ പറയുക. ആര് നിന്നെ ഉപേക്ഷിച്ചാലും എന്റെ ദൈവം നിന്നെ ഉപേക്ഷിച്ച് കളയത്തില്ല. അവൻ നിന്നെ കൈവിടുകയില്ല. ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. കൊയ്ത്ത് എന്താണെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. റീഗപരഗതി വിത്ത് എന്താണെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. നന്മ എന്താണെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഞാൻ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഇതിന്റെ അകത്ത് ഒരുപാട് രൂത്തുമാരെ ഞാൻ കാണുന്നുണ്ട്. ഈ ദൂതുമായി കണക്ട് ചെയ്ത് പരിശുദ്ധ ശക്തമായ ചലനം ഇതിന്റെ അകത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. 6-ാം ദിവസം ഈ മോർണിംഗ് സെക്ഷനിൽ ദൈവാത്മാവിന് പറയാനുള്ളത്, ഒരു ഫേവർ വെളിപ്പെടാൻ പോകുന്നു. ആർക്കുമില്ലാത്ത ഫേവർ, ആർക്കുമില്ലാത്ത നന്മ. എല്ലാ മേഖലകൾ ഉടയപ്പെട്ട നിന്നെ കർത്താവിന് വേണമെന്ന്, ഏറ്റവും ബലഹീനനായ നിന്നെ കർത്താവിന് വേണമെന്ന്. പ്രാഗൽഭ്യമുള്ളവർ പലരും ഉണ്ടായിരുന്നിട്ടും, വിദ്യാഭ്യാസമുള്ളവർ പലരും ഉണ്ടായിരുന്നിട്ടും നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തത് എന്റെ അപ്പായ്ക്ക് നിന്നെ വേണമെന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തിന് നിന്നെ ഇഷ്ടമായത് കൊണ്ടാണ്. ദൈവത്തിന് നിന്നെ ബോധിച്ചത് കൊണ്ടാണ്. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? കർത്താവിന് ഒരു മനുഷ്യന് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ദൈവമാണ്. നിന്റെ കണ്ണുനീര് എന്റെ അപ്പ കാണുന്നുണ്ട്. നിന്റെ നിലവിളി കർത്താവ് കാണുന്നുണ്ട്. നിന്റെ അവസ്ഥകളെ കർത്താവ് നന്നായി അറിയുന്നുണ്ട്. നിന്നെ നല്ലതുപോലെ അറിയുന്ന ഒരു നാഥൻ ഇതിന്റെ അകത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ആത്മാവിൽ എത്ര പേരത് റിസീവ് ചെയ്യും? നിന്നെ നല്ലതുപോലെ അറിയുന്ന ഒരു നാഥൻ, നിന്നെ നല്ലതുപോലെ അറിയുന്ന നാഥൻ. അപ്പനും അമ്മയ്ക്കും നിന്നെ കരുതുന്നതിന് ഒരു പരിധി ഉണ്ട് കുഞ്ഞെ. പരിധിയില്ലാതെ നിന്നെ കരുതുന്ന ഒരു സ്നേഹം. അളവില്ലാതെ അനുഗ്രഹിക്കുന്നവൻ. മനുഷ്യൻ തന്ന അളന്നേ തരൂ കേട്ടോ. പക്ഷെ ദൈവം നിനക്ക് തന്നാൽ അതിരില്ലാതെ, അളവില്ലാതെ. ആർക്കൊക്കെയോ പിടികിട്ടുന്നുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല. സ്മിത ബിനു പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ചിലത് നിന്റെ പടകിന്റെ അകത്ത് വെളിപ്പെടാൻ പോവാ. ഒരു രാജ്യം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. ഒരു രാജ്യത്തിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് തുറക്കുകയാണ്. നീ കരഞ്ഞ് തീർത്ത സംവത്സരത്തിനൊത്തവണ്ണം നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു മാന്യത ഒരുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ തകർന്നു പോകാൻ ദൈവം
അനുവദിക്കത്തില്ല. നീ വീണു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ഭാരപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ കരയാൻ ഇനി കർത്താവ് അനുവദിക്കത്തില്ല. നിന്ദിച്ചവർ കാണെ തന്നെ ദൈവം ചില മാന്യതകൾ ഒരുക്കാൻ പോവുകയാ. ഓ റലാഹം ഋതുരുതുരിഗബസെ രക്തസ്രവക്കാരി കർത്താവിനെ കാണിക്കുന്ന ഒരു കാഴ്ച. ലേഖബസ് യേശുവിന്റെ വസ്ത്രം തൊട്ടതുപോലെ പുറകിൽ ചെന്ന് വസ്ത്രം തൊട്ടതാ. നീ അറിയാതെ തന്നെ നിന്റെ ശരീരത്തിൽ ശക്തി വെളിപ്പെട്ടതാ. ആരും എന്നെ കാണരുതെന്ന് പറഞ്ഞ് റീഗസ് തൊട്ടതുപോലെയാ സ്മിത സിസ്റ്റർ നീ തൊട്ടത്. നീ അറിയാത്തൊരു ശക്തി അവന്റെ ശരീരത്തിൽ നിന്റെ മേൽ പാസ്സായതാ. ലോകത്തിന് നിന്നെ മനസ്സിലാക്കത്തില്ല, പക്ഷെ ദൈവത്തിനറിയാം. ദൈവത്തിനറിയാം. നിന്നെ നല്ലതുപോലെ കർത്താവിനെ അറിയാം. യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, ഞാൻ അറിഞ്ഞു. ആരോ വിശ്വാസത്തോടെ എന്നെ തൊട്ടു, ആരോ വിശ്വാസത്തോടെ എന്നെ തൊട്ടു, വിടുതലിനു വേണ്ടി എന്നെ തൊട്ടു. എല്ലാവരും ഇരിക്കുന്നത് പോലെയല്ല ചിലർ ഇതിന്റെ അകത്തിരിക്കുന്നത്. എനിക്ക് എന്റെ അപ്പനല്ലാതെ ആരുമില്ല. എനിക്കിത് വിടുതൽ ലഭിക്കാതെ ഞാൻ പോകത്തില്ല. ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. തന്റെ കുഞ്ഞിന്റെ പൂതോദ്രവം വലിയ കഠിനമായിരിക്കുന്നു എന്ന് പറയാനാ വരുന്നത്. യേശു കർത്താവ് പറയുന്ന ഒരു കാര്യ, ഓ ഇസ്രായേലിന്റെ അപ്പം എടുത്ത് ഞാൻ നായ്ക്കുട്ടിയൊക്കെ ഇട്ടു കൊടുക്കത്തില്ലെന്ന്. അവളെ നായ എന്നാ വിളിച്ചത്. അപ്പോ ആ അഭിഷിക്ത ദാസി ഒന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, നായ്ക്കുട്ടികളും ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകൾ കഴിക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് ചില ജാതിയിലായിരിക്കുന്ന ചിലര് പറയുന്നുണ്ട്, യേശുപ്പാ ഞാനൊരു ക്രിസ്ത്യാനി അല്ല, എനിക്കൊരു അനുഗ്രഹം ലഭിക്കുമോ? ആ വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിങ്ങളെ കർത്താവിന് ആവശ്യമാണ്. നിങ്ങളെ കർത്താവ് ഒന്നാമതായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാ ഈ ദൈവശബ്ദം നിങ്ങളെ കേൾപ്പിക്കുന്നത്? കർത്താവിന് നിങ്ങളെ ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ മേൽ ഒരു അനുഗ്രഹം പകരാൻ കർത്താവിന് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ്. ഓ അസാധാരണ തീ പിടിക്കട്ടെ. ഓ റാലാഹം രാഹം റോ ദുരു ദുരു ദുരി ത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, വേറെ വയലിൽ നീ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട, ബാല്യകാർത്തികളോട് ചേർന്ന് കൊള്ളുക. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന മക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, വേറെ ഇടങ്ങളിലൊന്നും അന്വേഷിച്ച് പോകണ്ട, ഇതിന്റെ അകത്ത് തന്നെ മഹത്വം ഉണ്ടെന്ന്. ഞാനിങ്ങനെയൊന്നും പ്രവചിച്ചിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ്. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് പറയുക ഇതിന്റെ അകത്ത്. ഇത് പറയുമ്പോ കർത്താവിനോട് പറയുന്ന പല വയലുകളിലും ചാടുന്നത് ഇവര് ഇതിന്റെ അകത്ത് ഉണ്ടെന്ന്. എനിക്കറിയത്തില്ല, ബീന സിസ്റ്ററിന് അറിയാമായിരിക്കാം. പല വയലിലും ചാടുന്നവർ ഇതിന്റെ അകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യം, വേറെ വയലിലൊന്നും പോകണ്ട, പോയതൊക്കെ മതി. അവിടെ പോയിട്ടൊന്നും കിട്ടിയില്ലല്ലോ, ഇവിടം വിടുകയും വേണ്ട, ഇവിടെ വിടരുത്, ഇവിടെയാ നിന്റെ അനുഗ്രഹം ഇരിക്കുന്നത്. ഈ ദൈവം വച്ചിരിക്കുന്ന ഇടങ്ങളിൽ നിന്നാൽ മാത്രമേ, ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നാൽ മാത്രമേ നമ്മുടെ മേൽ അവന്റെ ഫേവർ വെളിപ്പെടൂ. അത് ഫേവറിന്റെ ഒരു ദൈവിക മഹത്വത്തിന്റെ ഒരു രഹസ്യ പ്രസൻസ് വെളിപ്പെടുന്നതിന്റെ ഒരു അടയാളമാണ്. ദൈവം വച്ചിരിക്കുന്ന വ്യക്തിയിൽ, ദൈവം വച്ചിരിക്കുന്ന ഇടത്തു മാത്രമേ അവന്റെ ഫേവർ വെളിപ്പെടൂ. വേറെ വയലിലൊന്നും പോകണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇവിടെ ബാല്യകാർത്തികളോട് നീ ചേർന്ന് കൊള്ളുക. രൂത്തിനോട് ബോവസ് പറയുന്ന ഒരു കാര്യമാണ്, നീ വേറെ ഒരിടത്തേക്കും പോകണ്ട, ഇവിടെ നീ ദൈവത്തോട് അടുത്തോ, ദൈവത്തിന്റെ കൂടെ ഇരുന്നോ, ദൈവത്തിന്റെ സാന്നിധ്യം നീ അനുഭവിച്ച്, ഇവിടെ നിനക്ക് അനുഗ്രഹമുണ്ട്, ഇവിടെ നിനക്ക് അത്ഭുതമുണ്ട്. പലരും നിന്നോട് പറയും, അവിടെ അത്ഭുതമുണ്ട്, അടയാളമുണ്ട്, അതിശയമുണ്ട്, അവിടെ ശക്തന്മാരുണ്ട്. ഇല്ല ഇല്ല ഇല്ല, ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്ത ഇടങ്ങളിലാണ് മഹത്വം വെളിപ്പെടുന്നത്. ദൈവം ഇറങ്ങി വരുന്നത് അവൻ ഇഷ്ടമുള്ള സ്ഥലത്താണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഹല്ലേലൂയ. കർത്താവിന് നിന്നെ നല്ലതുപോലെ അറിയാം കേട്ടോ. നിങ്ങളെ നല്ലതുപോലെ അറിയുന്നൊരു നാഥനുണ്ട്. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, രൂത്തിന്റെ ഫേവർ വെളിപ്പെടാൻ ഒരു കാര്യമുണ്ട്, അതും കൂടെ പറയാൻ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നത്. എന്തുകൊണ്ടാ രൂത്തിന്റെ ജീവിതത്തിൽ ഫേവർ വെളിപ്പെട്ടത്? അവളുടെ തീരുമാനമാണ്.
അവളുടെ ഉറപ്പാണ് അവളെ ഫേവറിലേക്ക് കൊണ്ടെത്തിച്ചത്. രൂത്തിന്റെ പുസ്തകം 1-16 പറയുന്നു, എന്നെ വിട്ടു പിരിയാൻ പറയരുത്. ഹല്ലേലൂയ. മടങ്ങി പോകാൻ പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. മരണത്താൽ അല്ലാതെ ഞാൻ വിട്ടുപിരിയത്തില്ല. ഇതിന്റെ അകത്ത് എന്താണ് പറയുന്നത്? രൂത്ത് നവോമിയോട് പറയുക. ഇതിന്റെ അകത്ത് ചിലർ ഇങ്ങനെ പറയുന്ന ഒരു ദൈവമുണ്ട്, ചിലരുണ്ട് ഇതിന്റെ അകത്ത്. വിട്ടുപിരിയാൻ പറയരുത്, മടങ്ങിപ്പോകാൻ ഞങ്ങളോട് പറയരുത്, നീ പോകുന്നിടത്ത് ഞാനും പോകും. ഈ ഗ്രേസ് ഫെലോഷിപ്പിന്റെ കൂടെ ചലിക്കാനാ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈ മഹത്വത്തിന്റെ കൂടെ ചലിക്കാനാ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വേർപിരിയത്തില്ല. ദൈവത്തെ പറ്റിയുള്ള ഫുൾ പിക്ചർ രൂത്തിന് അറിയത്തില്ല, പക്ഷെ അവൾക്കറിയാം നവോമി ആരാധിക്കുന്ന ദൈവമാ സത്യദൈവം. അവൾക്കറിയാമെന്ന് വിശ്വാസത്താൽ കാൽച്ചുവടുകൾ വെച്ച ചിലർ ഇതിന്റെ അകത്തുണ്ട്. അവൾക്കറിയാമെന്ന് ഈ ദൈവത്തിലാൽ അല്ലാതെ ഒരു അനുഗ്രഹം എന്റെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടത്തില്ല. ഈ ദൈവത്തിന്റെ പദ്ധതിയാണ് എന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതെന്ന് അവൾക്കറിയാമെന്ന്. നിന്റെ ജനം എന്റെ ജനമാണ്, അത് നിന്റേത് മാത്രമല്ല, ഞാനും ആ ജനത്തെ സ്നേഹിക്കുകയാണ്. അങ്ങനെ ഒരു ഫേവർ ഇതിന്റെ അകത്ത് ദൈവാത്മാവ് തുറക്കുകയാണ്. സ്വാർത്ഥതയില്ലാതെ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു ദൈവത്തിന്റെ അഭിഷേകം. അപ്പോസ്തലന്മാർ സകലതും പൊതുവകയെന്ന് എണ്ണിയതുപോലെ ഞാൻ വലുതാകണം നീ വലുതാകണം എന്നല്ല, നമ്മൾ ഒരുമിച്ച് ദൈവരാജ്യം പണിയണമെന്നുള്ള ശ്രേഷ്ഠമായ ചിന്ത ഇതിന്റെ അകത്ത് ഉടലെടുക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ആര് സൂക്ഷിച്ചാലും ഇല്ലേലോ ദൈവം എന്നോട് സംസാരിച്ചാൽ മതി എന്ന് പറയുന്ന ജനം എഴുന്നേൽക്കട്ട. ഇതിന്റെ അകത്ത് മാർക്കിടുന്ന ചില മണ്ഡലങ്ങൾ ആത്മാവിൽ പൊളിയട്ട്. ആര് വർഷിപ്പ് ചെയ്യുന്നത് ശരിയായാലും ഇല്ലേലോ, നിന്നെ ഏൽപ്പിച്ച വേല നീ ചെയ്തോണം. ആരെയും മാർക്കിടാനല്ല. എനിക്കറിയത്തില്ല, പരിശുദ്ധം പറയാൻ പറയുന്നു, അത് പറയാതെ പോകാൻ എനിക്ക് കഴിയത്തില്ല. ആര് പാട്ടുപാടിയാലും ആരാധിച്ചാലും ആര് പ്രസംഗിച്ചാലും നിങ്ങളെ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിക്കാനാണ് ആ വ്യക്തിയെ കർത്താവ് നിർത്തിയിരിക്കുന്നത്. ആ വ്യക്തിക്ക് വിരോധമായി നിങ്ങൾ നിൽക്കരുത്. അത് നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി തീരും. ഒരു വാക്കുകൾ പോലും പരിശുദ്ധാത്മാവിനെ ഇത് പറയുമ്പോൾ തന്നെ കന്നെ കാണിക്കുന്ന ഫോണിലൂടെയൊക്കെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത വാക്കുകൾ സംസാരിക്കുന്ന ചില വ്യക്തികൾ ഋതുനി പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അരുത് കുഞ്ഞുങ്ങളെ, അത് ചെയ്യരുത്. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത വഴി നീ പോകരുത്. നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നീ മാറരുത്. നിന്റെ വാക്കുകൾ നിന്റെ അഭിഷിക്തന് അനുഗ്രഹമായിരിക്കട്ടെ. നിന്റെ ജനത്തിന് അനുഗ്രഹമായിരിക്കട്ടെ. നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിത്തീരട്ടെ. ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരട്ടെ. മറ്റുള്ളവരെ ആത്മീക വർധനവ് വരുത്തുന്ന വാക്കുകൾ പുറത്തു വരട്ടെ. ദൈവാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. രൂത്തിന്റെ പുസ്തകം 2-15 പറയുന്നു, കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ. ഒരിക്കലും സംഭവിക്കാത്ത കാര്യം എന്താണെന്ന് അറിയാമോ? ഒരിക്കലും കറ്റകൾ കെട്ടിവെച്ചിരിക്കുന്നതിന്റെ ഇടയിൽ പെറുക്കിക്കൊള്ളാൻ ഒരു യഹൂദനും സമ്മതിക്കത്തില്ല. അവളെ ഉപദ്രവിക്കരുത്. നിങ്ങളെ കുറിച്ചുള്ള ദൂത ദൈവാത്മാവിന് തന്നത് ഒരു പ്രോഫസിയാണ്. നിങ്ങളെ ഉപദ്രവിക്കരുത്. ഇൻഗ്രേസ് ഫെലോഷിപ്പിനെ ഉപദ്രവിക്കരുത്. കറ്റകളിൽ നിന്ന് അവൾക്കുള്ളത് വലിച്ചിട്ടേക്കണം. ദൂത് വിളിച്ചു പറയുന്നു. അന്ത്യകാല ഉണർവിന് വേണ്ടി റെഡിയായിരിക്കുന്ന ഇൻഗ്രേസ് ഫെലോഷിപ്പിനോട് ദൈവാത്മ വിളിച്ചു പറയുന്നു, നിങ്ങളെ ഉപദ്രവിക്കുവാൻ എന്റെ ദൈവം ഇനി അനുവദിക്കത്തില്ല. നിന്നെ ഉപദ്രവിക്കുന്നവരെ നീ നോക്കും, നീ കാണത്തില്ല. ദുഷ്ടനെ നീ നോക്കും, നീ കാണത്തില്ല. അവളെ ഉപദ്രവിക്കരുത്. രൂത്തിനോട് പറഞ്ഞ അത് ദൂത് ഞാൻ ഇൻഗ്രേസിനോട് വിളിച്ചു പറയുന്നു, ഈ ദൈവസഭയോട് വിളിച്ചു പറയുന്നു, ജനത്തോട് വിളിച്ചു പറയുന്നു, അവളെ ഉപദ്രവിക്കരുത്. കറ്റകളിൽ നിന്ന് അവൾ ആയിരിക്കരുത്. അവളെ ശകാരിക്കരുത്, അവളെ മാറ്റി നിർത്തരുത്, അവളെ ഇനി വേദനിപ്പിക്കരുത്. നീ ആയിരിക്കുന്ന ദേശത്തിൽ, നീ ആയിരിക്കുന്ന ഭവനത്തിൽ, നീ ആയിരിക്കുന്ന ബിസിനസ്സിൽ, നിങ്ങളായിരിക്കുന്ന ശുശ്രൂഷയിൽ ഒരു ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടാൻ പോവുക. എന്തെന്നില്ലാത്തൊരു കരുതൽ, അസാധാരണമായൊരു കരുതൽ. ഉപദ്രവിക്കാൻ ദൈവം ഇനി വിട്ടുകൊടുക്കത്തില്ല കേട്ടോ. ശകാരിക്കാൻ ദൈവം നിന്നെ ഇനി വിട്ടുകൊടുക്കത്തില്ല. ആർക്കും നിന്നെ
തട്ടിക്കളിക്കാൻ എന്റെ കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. വേർതിരിച്ച ദൈവം മോശയിലൂടെ വെളിപ്പെടും. നമ്മൾ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായി ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചു. മോശയുടെ മേൽ വെളിപ്പെട്ട ഫേവർ, യോഹന്നാന്റെ മേൽ വെളിപ്പെട്ട ഫേവർ, രൂത്തിന്റെ മേൽ വെളിപ്പെട്ട ഫേവർ. ഈ വ്യക്തികളെല്ലാം തന്നെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പ്രാപിച്ചവരാണ്. ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്നിരുന്നത് കൊണ്ട്, കർത്താവിന്റെ ഇഷ്ടം ചെയ്തത് കൊണ്ട്, കർത്താവിന്റെ വായായിരുന്നത് കൊണ്ട് അവരിലൂടെ വെളിപ്പെട്ട മഹത്വമാണ് നിങ്ങളുടേക്കും അത് പകരാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും. ആഴികളും തിരമാലകളും ആർത്തിരമ്പും നേരത്തും കർത്താവെ നീ എന്റെ കോട്ടയാ, കർത്താവെ നീ എന്റെ ശൈലമാണ്, നിന്റെ കൈകളിലാണ് നീ മെനഞ്ഞ നിന്റെ ദാസർ. ഹല്ലേലൂയ. വല്ലഭ നീ കോട്ട, വല്ലഭ നീ ശൈലം, നിന്റെ കൈകളിൽ അല്ലയോ നീ മെനഞ്ഞ നിൻ ദാസർ, നിന്റെ കൈകളിൽ അല്ലയോ നീ മെനഞ്ഞ നിൻ ദാസർ. വെള്ളങ്ങൾ മീതെ കവിഞ്ഞു, പ്രാണ വേണ്ടി ഞാൻ പിടഞ്ഞു, വാഗ്ദത്ത നാടിനെ ഓർത്തു, ശാന്തത നൽകിയ ദൈവം. വല്ലഭ നീ കോട്ട, എത്ര പേര് പറയും? വല്ലഭ നീ ശൈലം, വല്ലഭ നീ കോട്ട, വല്ലഭ നീ ശൈലം, നിന്റെ കൈകളിൽ അല്ലയോ നീ മെനഞ്ഞ നിൻ ദാസർ, നിന്റെ കൈകളിൽ അല്ലയോ നീ മെനഞ്ഞ നിൻ ദാസർ. ലോത്തിനെ പോലെ ഞാൻ ഓടി, നേടിയതെല്ലാമോ വ്യർത്ഥം, സ്വന്തമായതെല്ലാം മിഥ്യ, എങ്കിലും ചേർത്തു നിൻ കരങ്ങൾ. വല്ലഭ നീ കോട്ട, ചിലര് കണ്ണുനീർ തുടയ്ക്കുന്ന എനിക്ക് കാണാം. വല്ലഭ നീ ശൈലം, നിന്റെ കൈകളിൽ അല്ലയോ നീ മെനഞ്ഞ നിൻ ദാസർ, നിന്റെ കൈകളിൽ അല്ലയോ നീ മെനഞ്ഞ നിൻ ദാസർ. ആർക്കും നിന്നെ ഉപദ്രവിക്കാൻ കഴിയും, ആർക്കും നിന്നെ വേദനിപ്പിക്കാൻ കഴിയത്തില്ല. കഴിഞ്ഞ സീസണിൽ പലരും നിന്നെ ഉപദ്രവിച്ചു കാണും, കഴിഞ്ഞ സീസണിൽ പലരും നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടാകും. ദൈവാത്മാവനോട് പറയുന്നു, കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഈ ദൈവശബ്ദം കേൾക്കുന്ന കുഞ്ഞെ, ആർക്കും നിന്നെ ഉപദ്രവിക്കാൻ ദൈവം ഇട്ടുകൊടുക്കത്തില്ല, ആർക്കും നിന്നെ ഭാരപ്പെടുത്താൻ ദൈവം ഇട്ടുകൊടുക്കത്തില്ല. 2026 നിന്റെ ഫേവറിന്റെ വർഷമാണ്. നിന്നെ നിന്ദിച്ചവർ കാണുകയെ തന്നെ നിന്നെ മാനിച്ചുയർത്തുന്ന ഒരു വർഷമാണ്. എന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു ബലഹീനത വരുവാൻ കാരണമാകാതെ, നിന്റെ ജീവിതത്തിൽ നിന്റെ ബലഹീനത വരുമ്പോ അവൻ നിനക്ക് ബലം പകരും, നിനക്ക് ക്ഷീണം വരുമ്പോ അവൻ നിനക്ക് ശക്തി പകരും. റാക്കാബർ എത്ര പേര് ആഗ്രഹിക്കുന്നു ആത്മാവിലൊന്ന് കരങ്ങൾ അടിച്ചൊന്ന് ആത്മാവി സ്തുതിച്ചോടങ്ങ്. പരിശുദ്ധാത്മാവേ റീഗബസ്യ, ദൈവത്തിന്റെ ചലനം എന്റെ മേൽ വെളിപ്പെടണം. റാദ്ദനാഹബർ, ചില രോഗശക്തികൾ അഴിയുകയാണ്, ചില നുഖങ്ങൾ അഴിയുകയാണ്, ചില കണ്ണുനീരുകൾ തുടയ്ക്കപ്പെടുകയാണ്, ചിലവര് പറഞ്ഞ വാക്കുകൾ കേട്ട് വല്ലാതെ ഉടയപ്പെട്ട ചിലർ ഇതിന്റെ അകത്തുണ്ട്. ആത്മാവിനെത്തി ഈ കരങ്ങളിലൂടെ ഓരോ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ കരങ്ങൾ അടിക്കുമ്പോൾ തന്നെ ഇവരുടെ അവസ്ഥകൾ മാറട്ടെ, ഇവരുടെ ചിന്തകൾ മാറട്ടെ, ഇവരുടെ വിചാരങ്ങൾ മാറട്ടെ, ഇവര് ഭാരപ്പെടുന്ന വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി. പിടിക്കട്ടെ. ജിബി മാത്യു അടിവയസ്സിലായിരിക്കുന്ന പ്രിയ സഹോദരിയുടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ കരം നിന്നെ തൊടാൻ പോവുക. ആർക്കും പരിധി ഇടാൻ നിന്നെ ഇനി പരിധി ഇടാൻ പറ്റത്തില്ല. ചില ബൗണ്ടറികൾ പൊളിയപ്പെടാൻ പോവുക. ബൗണ്ടറികൾ പൊളിയ, അതിരുകൾ പൊളിയുകയാ. റീഖേബെ രത്തിന്റെ അതേ അനുഭവമാണ് നിനക്ക്. ലാക്കമ്പർ, അത് അനാഥത്വത്തിന്റെ ചില
മണ്ഡലങ്ങൾ കർത്താവിനെ കാണിക്കുന്നു. ഒറ്റപ്പെടലിന്റെ ചില മണ്ഡലങ്ങൾ കർത്താവ് കാണിക്കുന്നു. നീ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. നീ ഇനി ഭാരപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. നീ വേദനിക്കപ്പെടുന്ന ചില വിഷയത്തിന്റെ അകത്ത് ദൈവം ചില മറുപടികളെ തന്ന് നിന്റെ തല ഉയർത്തുന്ന വർഷമാണ് 2026. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ല, എന്റെ ദൈവത്താൽ മതിച്ചാടി കിടക്കും. എന്റെ ദൈവത്താൽ ഒന്ന് പറ. ആത്മാവിൽ കരങ്ങൾ അടിക്കുന്നവരുടെ മേൽ തീ പിടിക്കുന്നു, തീ പിടിക്കുന്നു. ഞാനത് കാണുന്നു. റാക്കാമ റീഗമ നോക്കിക്കൊണ്ടിരിക്കുന്നവന്റെ മേലല്ല, കരങ്ങൾ അടിച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കുന്ന ചിലതിന്റെ മേൽ തീ പിടിക്കുന്നു. ലാക്ക ബറദുനി ദുരു ദുരി രിഗബരക, ചില കണ്ണുനീർ തുടയ്ക്കപ്പെടുന്നു. ലാക്കം റാത്തിനി ഹബരഗതിന് അസാധ്യങ്ങൾ സാധ്യമാകാൻ പോവുകയാ. ലേഖബസ് ഡോക്ടേഴ്സ് എഴുതിയ ചില സർട്ടിഫിക്കറ്റുകൾ പരിശുദ്ധത്വം കീറിക്കളയാൻ പോവുക. ലാഹം നീ പുറത്തു വരാൻ പോവുകയാ. റിത്തിനി ധനരഗബരാധന ഓപ്പറേഷനൊക്കെ റീഗബസ് വിധി എഴുതിയ ചിലർ ഇതിന്റെ അകത്തുനിന്ന് പുറത്തു വരാൻ പോകുന്നു കേട്ടോ. ലാഗബ് റത്തിനി ഹബരഗതന ലീഗബലാതുന. നിന്റെ ശരീരത്തിൽ കത്തി വയ്ക്കാതെ കർത്താവ് നിനക്ക് ഒരു സൗഖ്യം തരാൻ പോകും. അത് ഏത് വിഷയം എനിക്കറിയത്തില്ല, നീ പ്രാർത്ഥിക്കുക. ലാക്കം തേജസ്സിന്റെ തീ കർത്താവ് ഇടാൻ പോവുക ഇതിന്റെ അകത്ത്. ലാക്കം റുദുനി, ഒരു ദൂതൻ ഇറങ്ങി വരുക. നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് ഒരു ദൂതൻ ഇറങ്ങി വരുക. ലേക്കി രീഖബർ, നിനക്ക് എന്താ ആവശ്യം അത് ആ ദൂതൻ ചെയ്തു തരാൻ പോവുക കേട്ടോ. ഞാൻ നിനക്ക് മുമ്പായി ഒരു ദൂതനെ അയക്കുന്നു. ലേക്കി രഹസ്യ കംതിരീകബാലുദൻ, അവൻ നിനക്ക് മുമ്പായി ചെന്ന ദുർഘടങ്ങളെ സമഭൂമിയാക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് താമ്രവാതിലുകളെ തകർത്ത് കളയുകയും ചെയ്യും. താമ്രവാതിലുകൾ തകരപ്പെടുകയാ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഇരുമ്പോടാമ്പലുകൾ ആത്മാവി പറ കുഞ്ഞെ, അത് നിന്റെ മേൽ ഇനി നിൽക്കാൻ കഴിയത്തില്ല. അടിമത്ത ചങ്ങലയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. ബൗണ്ടറികൾക്ക് നിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. റീഗം ഒരു മനുഷ്യന് നിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. റീഗബസ് മോശയോട് കൂടെ ഇരുന്നത് പോലെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ തീ ഒരു ഫയർ വ്യാപരിക്കട്ടെ. റത്തിനി ഒരു അഗ്നി വ്യാപരിക്കട്ടെ. റീഗമ ചിലതിനെ കത്തിക്കാൻ ഒരു തീ കത്തട്ടെ, തീ കത്തട്ടെ. ഇവർക്കെതിരെ തയ്യാറാക്കുന്ന സകല ദുഷ്ട വ്യാപാരങ്ങൾ ലേഖബർദുരുദുരിക എല്ലാ മേഖലകളിലെ റീക്കബര തടസ്സങ്ങൾ, റീക്കോ റുദുനിരിക പൈശാചി ആക്രമണങ്ങൾ ലീഗമലുഗുദിന് പരിശുദ്ധമ പൊളിക്കുക. ലേക്കി റിഗമ ലിഗുലുഗു റുദുനി ദുരി ദുനി രിഗബല ഹസനൻ ദിനി ധനദാന രീഗബല. റീഗമ കെട്ടി വെച്ചിരിക്കുന്ന ചില കെട്ടുകൾ പൊട്ടുന്നുണ്ടല്ലോ. ലാഗമര് ചില കയറുകൾ അഴിയുന്നുണ്ടല്ലോ. ലേക്കേരി ചില ചങ്ങലകൾ അഴിയുന്നത് ഞാൻ കാണുന്നു. ലേക്കേരി കമമ 6-ാം ദിവസം പ്രാരംഭത്തെ ദൈവാത്മാവ് തീപിടിപ്പിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് തീപിടിപ്പിക്കുന്നു. എന്തെന്നില്ലാത്തൊരു സന്തോഷം വെളിപ്പെടാൻ പോകുന്നു. സമാധാനം വെളിപ്പെട്ട് വരാൻ പോകുന്നു. നിന്റെ കണ്ണുനീര് തുടയ്ക്കപ്പെടാൻ പോകുന്നു. അഴിയപ്പെടാൻ പോകുന്നു. നിന്റെ വിലാപത്തെ നൃത്തമാക്കാൻ പോകുന്നു. ഒന്ന് ആത്മാവി പ്രാർത്ഥിക്ക്. നിങ്ങളുടെ വിലാപം, നിങ്ങൾ ഏത് വിഷയത്തിന്റെ അകത്താണോ കരയുന്നത് അതേ വിഷയത്തിന്റെ അകത്ത് ചിരിപ്പിക്കാൻ ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോവുക. നീ സന്തോഷിക്കാൻ പോവുകയാ. റീഖബര നഷ്ടപ്പെട്ടു പോയ ചിലത് ദൈവം നിനക്ക് മടക്കി തരാൻ പോവുകയാ. നിന്റെ കയ്യിൽ നിന്ന് റീഖബസ് ശത്രു തട്ടിയെടുത്ത ചിലത് നിന്റെ പടകിൽ മടങ്ങി വരാൻ പോവുകയാ. റീഖബരക ദുരിതം നിന്റെ ശത്രുവിന് പോലെ നിന്നോട് കരുണ തോന്നുന്ന ഒരു വർഷം 2026 ജനുവരി മാസത്തിൽ എന്നെ എന്തിനാണോ കർത്താവ് ഇതിന്റെ അകത്ത് നിയോഗിച്ചയച്ചത് ഞാൻ അത് പ്രവചിക്കുന്നു. റീഖബ നിന്റെ ശത്രുവിന് പോലും നിന്നോട് കരുണ തോന്നും. നിന്നെ നിന്ദിക്കുന്നവരോട് നിന്നോട് കരുണ തോന്നും. അത്രയ്ക്ക് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന വർഷമാണ് 2026. മാർച്ച് മാസം കഴിയുമ്പോൾ ദൈവം ചില അടയാളങ്ങൾ നിന്റെ ലൈഫിന്റെ അകത്ത് തുറക്കും. ലേക്കേ റീഖാപമരകതുനി വസ്തു സംബന്ധമായി ഭാരപ്പെടുന്ന ചിലരെ റീഗബരകതുനി ദൈവം ചിലത് സെറ്റിൽ ചെയ്യിപ്പിക്കാൻ പോവുക. അതുപോലെ കർത്താവിനോട് പറയുന്നു, ചില വസ്തുക്കൾ റീഗബ നിങ്ങളുടെ പേരിൽ വരുന്ന ഒരു വർഷമാണ് 2026. ലേഖരെ രജിസ്ട്രേഷൻ നടക്കാൻ പോവുക. ലേഖസ് സഭയ്ക്കുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ചിലർ ഇതിന്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് വേണ്ടി രജിസ്ട്രേഷൻ നടക്കാൻ പോവുക. ലേക്ക് അത് റിസീവ് ചെയ്തോ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ദൈവം പറയുന്നു സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി രജിസ്ട്രേഷന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കുടുംബം ഇതിന്റെ അകത്തുണ്ട്. ആ വ്യക്തി റീഗബരകത് റിസീവ് ചെയ്തോ. നഷ്ടപ്പെടുത്തിയത് സകലതും മടങ്ങി വരുക. നഷ്ടപ്പെട്ടു പോയത് റീഗസ് തുള്ളനും വിട്ടിലും പച്ചപ്പുഴുത്ത സംവത്സരങ്ങൾ കർത്താവ് മടക്കി തരാൻ പോവുകയാ. ലേക്കേ റീഗബറദ്ദുനി ഇനി വിട്ട് തരത്തില്ലെന്ന് പറഞ്ഞത് നിന്റെ പടകി മടങ്ങി വരും. ലാഹം നീ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ അതേ ദേശത്ത് തന്നെ നിന്റെ കർത്താവ് മാനിക്കും. ലേക്കേ ചില ശുശ്രൂഷയുടെ അതിരുകൾ വിശാലമാകുന്ന
കർത്താവിനെ കാണിക്കുന്നു. ഒരു വൃക്ഷം പൊട്ടി വരുന്നത് പോലെ, ഒരു വൃക്ഷം ഫലം കായ്ക്കുന്ന പോലെ, ഇതിന്റെ അകത്ത് ചിലർ ഫലം കായ്ക്കുന്ന വർഷമാണ് 2026. ജനുവരി മാസം 20-ാം തീയതി ഞങ്ങളത് ഡിക്ലെയർ ചെയ്യുന്നു. അത് വെളിപ്പെട്ടു വരും, അത് വെളിപ്പെട്ടു വരും. ആർക്കും നിന്നെ ഇനി തടയാൻ പറ്റത്തില്ല, ആർക്കും നിന്നെ ഇനി ഒതുക്കാൻ പറ്റത്തില്ല, ആർക്കും നിന്നെ കരയിപ്പിക്കാൻ പറ്റത്തില്ല. റീഗപര നിന്റെ കയ്യിൽ ദൈവം ചില ഉറവകൾ തുറക്കാൻ പോകുന്നു. ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടത്തിലെ ഗുപ്ത നീതികളും നിനക്ക് അവകാശമായി കർത്താവ് തരും. വറ്റാത്ത നീരുറവകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. റീഗസി ഹന്തിരി മരുഭൂമിയുടെ അകത്ത് പെരുവഴികൾ ഉണ്ടാകും. മരുഭൂമിയുടെ അകത്ത്, പെരുവെള്ളത്തിന്റെ അകത്ത് നിനക്ക് വേണ്ടിയുള്ള വഴികൾ തുറക്കപ്പെടും. സിംഹ ഗുഹയ്ക്കകത്ത് ചില സിംഹങ്ങളുടെ വായ അടയപ്പെടും. തീച്ചൂളയുടെ അകത്ത് ദൈവത്തിന്റെ ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. അന്തിനി റീഗസ് നീ പോകുന്ന സകല സാഹചര്യങ്ങളിലും തീ പിടിക്കും. ലേഖാബാര നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സാധിക്കും. റീഗബസ് നിന്റെ പ്രവൃത്തികളെ കർത്താവ് അനുഗ്രഹിക്കാൻ പോകുന്നു. നിന്റെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിനക്ക് നന്മ വരും. റീഗസി കാല ദൂരെ കഴിഞ്ഞ നാൾ കരഞ്ഞു തീർത്ത സംവത്സരത്തിനൊത്തവണ്ണം നന്മ കൊണ്ട് അലങ്കരിക്കുന്ന വർഷമാണ് 2026. റീഗം സുഫൂഷയുടെ വേദികൾ തുറക്കപ്പെടും. അന്തിനി ഗബ രഗ ലഗസി ഖത്തനാരഗ ലേഖേ രഗസി. കർത്താവിനോട് പറയുന്നു, ഇൻഗ്രേസ് ഫെലോഷിപ്പിന്റെ അകത്ത് ലേഖവ അനേക സൗഖ്യങ്ങൾ വെളിപ്പെട്ട് വരും, അനേക സൗഖ്യങ്ങൾ. ലേഖേ രേഖബരതന ഡോക്ടേഴ്സ് കൈവിട്ട ചില വിഷയത്തിന്റെ അകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും, അത് നടക്കും. കർത്താവിനെ കാണിക്കുന്ന ഒരു കാഴ്ച, വിദേശ രാജ്യത്തിലെ നന്മകൾ ഇതിന്റെ അകത്ത് കയറാൻ പോവുക. സമുദ്രം കടന്ന ചില നന്മകൾ പ്രിയ അഭിഷിക്ത ദൈവദാസിയുടെ മേൽ കർത്താവ് കൈമാറും. കാരണം ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ധനരക ചിലത് ചെയ്തെടുക്കുക, ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ അസാധാരണ തീ ലേഖബസികന്ധൻ ഇതിന്റെ അകത്ത് ദൈവാത്മാവ് ചലിപ്പിക്കാൻ പോവുകയാണ്. ചാവാറായ ശേഷിപ്പുകളൊക്കെ ജീവൻ പ്രാപിക്കും. ചാവാറായിരിക്കും ഇതിന്റെ അകത്ത് കയറുന്നത്. ഇനി രക്ഷയില്ല, ഇനി ഒരു നന്മയില്ല, എല്ലാം തീർന്നു എന്ന് പറഞ്ഞായിരിക്കും ഇതിന്റെ അകത്ത് കയറുന്നത്. അവരൊക്കെ ജീവൻ പ്രാപിച്ച് നിൽക്കും. ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹമുണ്ടോ? എന്റെ അപ്പായുടെ സ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയുന്നവരൊന്ന് നന്ദി പറ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ നന്ദി. ഇതിനൊന്നും യോഗ്യത ഇല്ലേ, നീ തന്ന ദാനമതല്ലേ. ഒന്ന് പറ, ഇതിനൊന്നും യോഗ്യത ഇല്ലേ, നീ തന്ന ദാനമതല്ലേ. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്ത വചനങ്ങൾക്കായി നന്ദി, ദൂതിനായി നന്ദി. എല്ലാ മേഖലകളിലും കർത്താവ് തൊട്ടല്ലോ. ചില ഹൃദയങ്ങളൊക്കെ കരയുന്നത് കാണാൻ ഇടവന്നു. ഇവിടെ മുറിവുകളെ സൗഖ്യമാക്കണേ, പൂർണ്ണമായി വിടുവിക്കണേ. അവരെ അടുത്ത തലത്തിൽ കരം പിടിച്ച് കൊണ്ടുപോകണേ യേശുപ്പ. ആരും തളർന്നു പോവല്ലേ അപ്പ. ഇൻഗ്രേസ് ഫെലോഷിപ്പിന്റെ അകത്ത് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സകല നന്മകളെയും കർത്താവെ പ്രിയ മക്കൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമേ. ഇതിനെതിരെ ഒരു വ്യക്തിക്ക്, ഒരു സംഘടനയ്ക്ക്, ഒരു പ്രവർത്തനങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. കർത്താവ് ഇൻഗ്രേസിന് വേണ്ടി ശക്തമായി ഇടപെടുന്നു എന്ന് ദൈവാത്മാവ് വീണ്ടും വീണ്ടും പറഞ്ഞല്ലോ. ഈ ഗ്രേസ് ഫെലോഷിപ്പിനെ അനുഗ്രഹിക്കണമേ അപ്പ. പ്രിയ കുടുംബത്തെ അനുഗ്രഹിക്കണം. ഇതിന്റെ അകത്ത് കടന്നു വരുന്ന വിശ്വാസികളെ അനുഗ്രഹിക്കണം. ഈ വയലിൽ നിന്നോ വേറെ ഒരിടവും പോകണ്ട, ഇവിടുത്തെ ബാല്യക്കാർത്തികളോട് ചേർന്ന് കൊള്ളാവുന്ന വചനം വീണ്ടും വീണ്ടും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞപ്പോ അതുപോലെ ഞങ്ങൾ ചെയ്യട്ടെ. കർത്താവ് നിർത്തിയിരിക്കുന്ന ദൈവിക വയലുകളുടെ അകത്ത് നിൽക്കാൻ, ഉറപ്പിച്ച് നിൽക്കാനുള്ള ഒരു കൃപ എല്ലാവരുടെ മേലും കർത്താവ് പകരണം. അങ്ങ് തന്ന എല്ലാ വചനങ്ങൾക്കായി നന്ദി, നന്മകൾക്കായി നന്ദി, അനുഗ്രഹങ്ങൾക്കായി നന്ദി. ഓ റികബരാത്തിനി ഒരുക്കിയിരിക്കുന്ന വെളിപ്പാടുകൾക്കായി നന്ദി കർത്താവ്. അനേകം പേരെ ദൈവകൃപയിലേക്ക് വലിച്ചടുപ്പിപ്പാൻ, ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ കടന്നു വന്ന സകല അഭിഷിക്തന്മാരെ, അഭിഷിക്തകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. പ്രത്യേകാൽ കർത്താവ് രോഗികളായ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പൂർണ്ണമായ രോഗസൗഖ്യം വിടുതലും നൽകണം. ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും അനുഗ്രഹമായി തീരട്ടെ. 6-ാം ദിവസം ഫസ്റ്റ് സെക്ഷനിൽ കർത്താവ് മോർണിംഗ് സെഷനിൽ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്തെടുക്കാൻ കർത്താവ് സാഹചര്യവും നാദാദേവ്യപ്പ ആരോഗ്യം എല്ലാം നൽകിയതിനായി സ്തോത്രം. എല്ലാ മേഖലകളിലും കർത്താവിന്റെ
ആത്മാവിന്റെ കൃപ പകർന്നതിനായി സ്തോത്രം. എല്ലാ മാനവും മഹത്വം കർത്താവിന് അർപ്പിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച എന്റെ പ്രിയ അഭിഷിക്ത ദൈവദാസി, ഞാൻ സ്നേഹിക്കുന്ന ബീന സിസ്റ്റർ, ദൈവസഭ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ദൂത് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് എനിക്കറിയാം. എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. ഞാൻ ജനുവരി മാസത്തിൽ ഒരുപാട് മീറ്റിംഗിൽ ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ പോയി. പക്ഷെ ഏറ്റവും അധികം ദൈവം എന്നോട് സംസാരിച്ച മീറ്റിംഗ് ആയിരുന്നു ഇന്ന്. ഞാൻ യേശുപ്പച്ചനെ ഒരുപാട് സ്തുതിക്കുക. ഞാൻ ഹോളി സ്പിരിറ്റിനെ ഒരുപാട് ഓണർ ചെയ്യുന്നു. എന്നെ ഈ മീറ്റിംഗിൽ ക്ഷണിച്ച അതിനുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായി തീരട്ടെ 2026. ഗോഡ് ബ്ലെസ് യു. ആമേൻ.